1 2 3 4 ഒരു പുഴയൊഴുകിയ നിമിഷം പുതുമഴ പാടിയ പ്രണയം കിളികളെ പറയുമോ നനയുമേ പുലരിൽ പുതുകഥയൊരു പുതുഞ്ഞൊറിയിൽ വയൽ പൂവുകൾ കണിച്ചെപ്പുകൾ മരതകമണി വളയണിയുമി മലകളിൽ അപ്പോൾ നമ്മൾ ഇപ്പോൾ കേട്ട ഈ ഗ്രൂപ്പ് സോങ് ആണ് തവണത്തെ MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ മഹാരാജാസിലേക്ക് പ്രൈസ് എത്തിച്ച പാട്ടല്ലേ. ഇപ്പോൾ നമുക്ക് ഇവരെ പരിചയപ്പെടാം. തുടങ്ങിക്കോ. അല്ല, ആദ്യം പ്രായത്തിന് മൂത്ത കാർന്നൂർ 26 വയസ്സുണ്ട്. അപ്പോൾ കാർന്നൂരെ പരിചയപ്പെടാം. എൻ്റെ പേര് ഗൗതം. ഞാൻ BA സെക്കൻഡ് ഇയർ ആണ് മ്യൂസിക്കിൽ. ഗിറ്റാറും ടൈമിംഗ് ആയിരുന്നു വായിച്ചിട്ടുണ്ടായിരുന്നത് ഗ്രൂപ്പ് സോങ്ങിൽ. കഴിഞ്ഞ വർഷത്തെ ഗ്രൂപ്പ് സോങ്ങിലും ഉണ്ടായിരുന്നു. പ്രശ്നമുണ്ട്. ഗൗതം രണ്ടാമത്തെ പ്രാവശ്യമാണ് ട്രോഫിയും കൊണ്ടുവരുന്നത്. അതെ, രണ്ടാമത്തെ പ്രാവശ്യം. ഞാൻ മാത്രമല്ല, എൻ്റെ ഒപ്പം ഇവിടെ നമ്മുടെ പെർക്കഷനിസ്റ്റ് ഉണ്ട് ചിന്നക്കാർന്നൂര്. എന്നേലും കാർന്നൂർ ഇവിടെ ഉണ്ട്. വേറെ എനിക്ക് 23 വയസ്സായിട്ടുള്ളൂ. പാവം. എൻ്റെ പേര് ആകാശ് ആഞ്ജനേയ്. ഞാൻ ഇവിടെ MCOM ഫൈനൽ ഇയർ ആണ്. MCOM ആണ്. ഡിഗ്രി ഇവിടെ തന്നെ ചെയ്ത്. വീട് എവിടെ? പറവൂര്. ഗൗതമിന്റെ വീട്? എൻ്റെ വീട് പാലക്കാടാണ്. ഇപ്പം എറണാകുളത്താണ് 3 വർഷമായിട്ട്. അടുത്ത കാർന്നൂർ. അത് കട്ടയാണ്. എൻ്റെ പേര് അമൽ ഘോഷ് എന്നാണ്. വീട് തൃശ്ശൂർ മാള. ഞാനിവിടെ എന്റെടാ വീട് തൃശ്ശൂർ മാളയിലാണ്. ഇവിടെ BA മ്യൂസിക്കിൽ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തേക്കുന്നത്. മാളയിൽ അടുത്തൊരു കാർന്നവരും കൂടെ ഉണ്ട്. അപ്പം അങ്ങോട്ട്. എൻ്റെ പേര് ജൂലിയറ്റ്. ഞാൻ മാളയിൽ നിന്ന് വരുന്നു, തൃശ്ശൂർ. MA മ്യൂസിക് ഫസ്റ്റ് ഇയർ. ജൂലിയറ്റും രണ്ടാമത്തെ പ്രാവശ്യമല്ലേ ഗ്രൂപ്പ്? അതെ അതെ. ഞാനും അടുത്ത കാരണം. എൻ്റെ പേര് അക്ഷയ് എന്നാണ്. ഞാനിവിടെ സെക്കൻഡ് ഇയർ BA മ്യൂസിക്. ഞങ്ങൾ ഒരു ക്ലാസ് ഞങ്ങൾ ഒരു ക്ലാസ്സിലാണ്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അങ്ങനെ. എൻ്റെ പേര് നീലിമ. ഞാൻ ഫസ്റ്റ് BA ഇംഗ്ലീഷ് പഠിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗ്രൂപ്പ് സോങ്ങിന് വരുന്നത്. കണ്ണൂരാണ് വീട്. സരിഗമപ ഫെയിമാണ് നീലിമ, പിന്നെ അമൽ ഘോഷ്. പറഞ്ഞില്ലെങ്കിൽ മോശം. പിന്നെ ഇവിടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഞാൻ ദേവദത്ത് BA ഫസ്റ്റ് ഇയർ മ്യൂസിക്കിലാണ്. എന്താ ഞാൻ കീബോർഡാണ് വായിച്ചത് ഗ്രൂപ്പ് സോങ്. ലെഫ്റ്റ് ഹാൻഡർ ആണ്. അതല്ല, ബിജുപാൽ സാറിന്റെ മോനാണ്. മ്യൂസിക് ഡയറക്ടർ ബിജുപാൽ സാറിന്റെ മോൻ. പ്രിയപ്പെട്ട മ്യൂസിക് ഡയറക്ടർ ബിജുപാൽ സാറിന്റെ മോനാണ്. ആ ഒരു പേരിൽ അറിയപ്പെടാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. അവൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ, മതി. വളർന്നു വരുന്ന നല്ലൊരു മ്യൂസിക് ഡയറക്ടറാണ്. സിംഗർ ആണ്. അവൻ നല്ലൊരു മ്യൂസിക് ഡയറക്ടറാണ്. ലാസ്റ്റ് ഒരു സോങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിറിക്സ് അത് പറയാൻ വേണ്ടി എല്ലാവരും ആ വീഡിയോ കാണണം. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ഡിസ്ക്രിപ്ഷനിൽ. ഓക്കെ, നമ്മളിവിടെ ഒരാളെ കൂടെ പരിചയപ്പെടാനുണ്ട്. എൻ്റെ പേര് ശ്രദ്ധ. ഞാൻ ഫസ്റ്റ് ഇയർ BA മ്യൂസിക്. ഞങ്ങൾ 3 പേരും ഒരു ക്ലാസ്സിലാണ്. ഞാനും അമലേട്ടനും ഒരു ക്ലാസ്സാണ്. നമ്മുടെ കൂട്ടത്തിൽ ഒരാളും കൂടെ ഉണ്ട്. അനുശ്രീ എന്നാണ് പേര്. ആള് എൻ്റെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്.
അപ്പോൾ ആള് ഈ ഇയറിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഗ്രൂപ്പ് സോങ്ങിലേക്ക്. ആളും ഇതേപോലെ തന്നെ സെലിബ്രിറ്റിയാണ്. ഇന്നിവിടെ ഇല്ലല്ലേ? ഇന്നിവിടെ വന്നിട്ടില്ല. സൂപ്പർ 4 കണ്ടസ്റ്റന്റ് ആണ്. വയനാടൻ മാലാക എന്ന് പറഞ്ഞ ഫാൻ പേജ് ഒക്കെ ഉള്ള ആളാണ്. ഞങ്ങളുടെ മാലാക ഞങ്ങളുടെ കൂടെ ഇല്ല. അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് 2-3 പേര് വെച്ചിട്ടുണ്ട്. ഇത് കണ്ണൂരിലെ മാലാക, ഇത് മാളയിലെ മാലാക. രീതികളുടെ രാഗത്തിലാണ് നമ്മൾ ബേസ് ചെയ്തിട്ട് തുടക്കമൊക്കെ തുടങ്ങിയിരിക്കുന്നത്. ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് എന്നുള്ള സ്റ്റൈലിൽ ഘരഘരപ്രിയൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്. പിന്നെ കുറച്ച് വെസ്റ്റേൺ സ്റ്റൈലിലോട്ടൊക്കെ പോയിട്ടാണ് പിന്നെ വീണ്ടും ഫോക്കിലേക്കുള്ള ഒരു. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രൈസ് നിർണ്ണയിക്കണമെങ്കിൽ അതൊക്കെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടാവും. മേജറായിട്ടുള്ള പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളുടെ ജെയ്സൺ സാറാണ്. ജെയ്സൺ ജെ നായർ എന്നാണ് സാറിൻ്റെ പേര്. സാറ് ഒരു മ്യൂസിക് ഡയറക്ടറാണ്. സാറിൻ്റെ ഈ ഒരു സോങ്ങിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അത് നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല. ഞങ്ങളുടെ ഈ ടീമിന് സ്ട്രെങ്ത് എന്നുള്ളതിലുപരി സാറിൻ്റെ ആ സോങ്ങിന് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിനകത്തെ പോർഷൻ ഏതാണ്? എല്ലാം ഒരേപോലെ ഫേവറേറ്റ് തന്നെയാണ്. പക്ഷെ കുറച്ച് എനിക്ക് തോന്നുന്നു കാണികൾക്കും അല്ലെങ്കിൽ കേൾവിക്കാർക്ക് കുറച്ചും കൂടി ഇഷ്ടം അതിൻ്റെ ഫോക്ക് പാർട്ടാണ്. അത് എൻ്റെ ചെയ്യണ ഒരു രീതിയും ഒക്കെ നല്ല രസമായിട്ട്. പിന്നെ ഇവന് എന്തോ സ്പെഷ്യൽ ഇഷ്ടമാണ്. എന്നോടും ഇപ്പോൾ നമ്മൾ പാടി ഇറങ്ങിയ സമയത്ത് കണ്ട ആൾക്കാർ പറഞ്ഞത് ഫോക്കിനെ പറ്റിയിട്ടാണ്. എനിക്കിഷ്ടമാണ്. പക്ഷേ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അങ്ങനെ തുടങ്ങുന്ന ഒരു പോർഷൻ ഉണ്ട്. അത് ആക്ച്വലി വെസ്റ്റേൺ നോട്ട്സിൽ അത് ബേസ് ചെയ്തിട്ട് പിടിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. അതും ഒരു വെറൈറ്റിയാണ്. ശരിക്കും ആരും അങ്ങനെ ട്രൈ ചെയ്യാത്ത രീതിയിലുള്ള ഒരു 10 മിനിറ്റ് കൊണ്ട് എന്തൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റുമോ അതൊക്കെ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഷൂട്ടിൻ്റെ അന്ന് കോമ്പറ്റീഷൻ അന്ന് രാവിലെ ഞങ്ങൾ കോളേജിൽ സ്റ്റേ ആയിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 6 മണിയായപ്പോൾ എഴുന്നേറ്റു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഭയങ്കര ടെൻഷനിലും പ്രഷറിലുമാണ്. നമ്മൾ ഇത്രയും നാളും പ്രാക്ടീസ് ഭയങ്കര പേടിയാണ് നമ്മൾ അറിയാം. അപ്പോൾ ഗൗതം രാവിലെ തയ്യാറെടുപ്പിൻ്റെ ഇടയിൽ ആൾ ഫെയിൻറ്റ് ചെയ്ത് വീണു. അപ്പോൾ പുള്ളിക്കാരൻ ടൈമർ വായിക്കുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷനായി പോയി. ഈവൻ നമ്മൾ സ്റ്റേജിൽ കയറണേക്കാളും അതായത് തലേദിവസം രാത്രി 10 മണിക്ക് തുടങ്ങിയ കോമ്പറ്റീഷൻ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്കാണ് തീരുന്നത്. നമ്മൾ 11 മണിയായപ്പോഴാണ് സ്റ്റേജിൽ കയറിയത്. അതിന്റെ ഒരു 3/4 മണിക്കൂർ മുന്നേ വരെ ആക്ച്വലി അഡ്മിറ്റഡ് ആയിരുന്നു. ശരിക്കും ഡോക്ടർ വിടില്ല എന്ന് പറഞ്ഞത്. കോമ്പറ്റീഷൻ ജീവനോടെ തിരിച്ചു വരില്ല. കോമ്പറ്റീഷനിൽ ഉണ്ടാവൂല. ഗിറ്റാർ ഇല്ലാതെ ടൈമിംഗ് ഇല്ലാതെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ടൈമിംഗ് എൻ്റെ തന്നു. അപ്പൊ ഞാൻ എനിക്ക് പാട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴാണ് ഗൗതം അയ്യോ ഇല്ലല്ലോ എന്ന് ആലോചിച്ചത്. അപ്പൊ വരുവോ നമുക്ക് പാടുന്നതിനേക്കാളും ടെൻഷൻ പുള്ളിക്കാരൻ വരുവോ എന്നുള്ളായിരുന്നു. അപ്പൊ ലാസ്റ്റ് മൊമെന്റിലാണ് ഫോൺ വിളിച്ചിട്ടാ പറയണത് വരുന്ന്. അപ്പൊ കിട്ടിയ ഒരു എനർജി എന്ന് പറയുന്നത് അല്ല ആക്ച്വലി അത് പറയുമ്പോഴത്തേക്ക് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ അവിടെ ഫുൾ ടൈം ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അനൂപ് എന്ന പേര്. അവൻ ഫുൾ ടൈം എൻ്റെ കൂടെ ബെഡിൻ്റെ സൈഡിലുണ്ടായിരുന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നപ്പോൾ. അതേപോലെ ഞങ്ങളുടെ കോർഡിനേറ്റർ ദീപു, സൂര്യാണ്. എല്ലാവരും ഭയങ്കര ടെൻഷനിലായിരുന്നു. ആർട്സ് ക്ലബ് സെക്രട്ടറി ശ്രീഹരി. ഇത്രയും തിരക്കിൻ്റെ ഇടയിലും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ ഇറങ്ങുന്നവരെ ശ്രീഹരി ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ശ്രീകാന്ത് അവിടെ തന്നെ ഉണ്ട്, ചെയർമാൻ. അപ്പോൾ അവർ ഇത്രയും തിരക്കിൻ്റെ ഇടയിലും ഈ ഒരു ഒറ്റ ഐറ്റത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് അവിടെ അത്രയും നേരം കാത്തുന്നു. അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് നമുക്ക് ഇപ്പോൾ ഈ പാട്ടെന്ന് പറഞ്ഞാൽ പല താളത്തിൻ്റെ ചേഞ്ച് ഓവറൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ അവസാനത്തെ ഫോക്കിൻ്റെ കാര്യം. അപ്പോൾ താളം പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫുള്ള് പരിപാടി കുളവും. അതെ. അപ്പോൾ ടൈം സിഗ്നേച്ചർ ആയിരുന്നു ഇതിൻ്റെ മെയിൻ ഒരു ബേസ് എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ ഇല്ലാതെ നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുകയായിരുന്നു. പിന്നെ അത് മാത്രമല്ല ഭയങ്കരമായിട്ട് പ്രതീക്ഷ അർപ്പിച്ച് വെച്ചിരിക്കുന്നതായിരുന്നു കോളേജ്. കാരണം കഴിഞ്ഞ കൊല്ലം ഓൾറെഡി ഫസ്റ്റ് ഉണ്ട്. ഇപ്രാവശ്യം ഫസ്റ്റ് എന്നുള്ളത് ഉറപ്പിച്ചു. ഷോർട്ടായിരുന്നു. അപ്പോൾ അത് പെർഫോമൻസ് നടക്കുന്ന സമയത്തും ഒരു കോളേജ് ഫുള്ള് അങ്ങോട്ട് വന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുക. അത് പ്രാക്ടീസ് നടക്കുന്ന സമയത്ത് നമുക്ക് ഉച്ചയ്ക്ക് പൊതിച്ചോറ് കൊണ്ടുതരിക. ഒന്നും നമുക്ക് ബുദ്ധിമുട്ട് അറിയേണ്ടി വന്നിട്ടില്ല, ഒരു കുറവും വരുത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് റെസ്പോൺസിബിലിറ്റീസും കൂടുതലായിരുന്നു, അതുപോലെ ടെൻഷനും കൂടുതലായിരുന്നു. എനിക്കും പേടിയുണ്ട്. കാരണം ഇനി അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഞാൻ പിന്നെയും തലയിറങ്ങി വീഴുമോ അങ്ങനത്തെ പേടിയൊക്കെ ആയിരുന്നു. അത് മാത്രമല്ല ഗൗതമിനെ കണ്ടിട്ട് പുറത്തുള്ള ആൾക്കാർ ആരും പറയുന്നില്ല ഇത് ഇങ്ങനെ വയ്യാണ്ട് പോയിട്ട് തിരിച്ചു വന്ന ആളാണെന്ന്. ഗൗതമാണ് അതിന്റെ ഹൈലൈറ്റ് ചെയ്ത് നിന്നാണെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ കാരണം പുള്ളി അത്രയും ചിരിച്ചോണ്ടാ നിൽക്കണേ. ആള് ഹോസ്പിറ്റലിലായ സമയത്ത് ഞങ്ങളെല്ലാവരും ഭയങ്കര ടെൻഷനിലായിരിക്കും. അപ്പോൾ സാറ് നമ്മുടെ അടുത്ത് വന്നിട്ട് സാറിലൂടെ നമുക്കിത് ചെയ്യാം, മോട്ടിവേറ്റ് ചെയ്യാം, നമ്മുടെ തോളത്ത് കെട്ടി നമ്മളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. മാഷിന്റെ ഒരു എനർജി മാഷിന്റെ അപ്പോഴും പ്ലാൻ ബി ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇവൾക്ക് ഷെയ്ക്കർ കൊടുത്തിട്ട് ടൈമിംഗ് ഇവളോട് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ കോർഡിനേറ്റേഴ്സിൽ ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട്, സൂര്യകുമാരി ശർമ്മ.
ഇവരെ പറ്റി പ്രത്യേകിച്ചൊന്നും അല്ല, ഇവരെ അടിപൊളിയാ. പിന്നെ പ്രാക്ടീസ് അടിപൊളിയായി ചെയ്തിരുന്നു. പിന്നെ പ്രാക്ടീസിന് വന്ന ഇവരെ ഏകദേശം 15-20 ദിവസത്തോളം ഉണ്ടായിരുന്നല്ലേ. എനർജിയാണ്. ഈ അക്ഷയ് ഭയങ്കര മടിയാനായിരുന്നു. പിന്നെ കഴിഞ്ഞ കൊല്ലം അങ്ങനെ തന്നെയായിരുന്നു. കറക്റ്റ് സമയത്ത് വരില്ല. പക്ഷെ ഇവരൊക്കെ നല്ലോണം പാടായിരുന്നു. എന്തായാലും ഫസ്റ്റ് കിട്ടുന്ന ഉറപ്പായിരുന്നു അല്ലേ. അപ്പൊ അർപ്പാൻ എങ്ങനെ അർപ്പാൻ പേര് വന്നേ? അർപ്പാൻ ഞാൻ അവിടെ 4 കൊല്ലം നാടകത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഇയർ നാടകത്തിലെ കഥാപാത്രത്തിന്റെ പേര് അർപ്പാൻ, പെണ്ണാച്ചി എന്ന് പറഞ്ഞ നാടകം. നിങ്ങൾ എല്ലാവരും അർപ്പാൻ എന്നാ വിളിക്കുന്നത്? തിരക്കിനെ പറ്റി 2 വാക്ക്. വളരെ തിരക്കാണ്. അതിങ്ങനെ ആരെങ്കിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ അധികം സംസാരിക്കില്ല. നമ്മുടെ കംഫർട്ട് സ്പേസ് ആണെങ്കിൽ, കംഫർട്ട് സോൺ ആണെങ്കിൽ നന്നായിട്ട് സംസാരിക്കും. ഭയങ്കര ശല്യമാണ്. ഈ ക്യാമറ ഫോൺ വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ ചോദിക്കും ദേവാ എവിടെ, 10 മിനിറ്റ് കഴിയുമ്പോൾ അവൻ പറയും 5 മിനിറ്റ് ഇപ്പൊ എത്തി, അവിടെ എത്തി എന്ന് പറയും. പിന്നെ ഞങ്ങൾ വരും. അപ്പോൾ മൊത്തം ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ആളവിടെ എത്തി എന്താ വായിക്കണ്ടേ, ഇതാണ് ആള് ചോദിക്കാറ്. ഓടി വരും, വന്നു കഴിഞ്ഞ ആള് പിന്നെ സെറ്റാണ്. വൈകി വരുന്നുണ്ടെങ്കിൽ പുള്ളി കയറി കഴിഞ്ഞാൽ പിന്നെ ഉസ്താദാ. ശരിക്കും നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് വായിച്ചാലേ നമുക്ക് ആ ഗ്രൂപ്പ് സോങ്ങിന് അത് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അവനത് ഇങ്ങനെ ഒരു സ്ഥലത്ത് പോലും റെസ്റ്റ് ചെയ്യാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അത് ഫില്ല് ചെയ്ത് കീബോർഡ് വരദാനമാണ് ഞങ്ങൾക്ക് ദേവദത്ത്. ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ്. നോക്കാതിരുന്ന് കഴിഞ്ഞാൽ ആള് ഹാപ്പിയാണ്. പിന്നെ ചിരിക്കാൻ പറ്റില്ല ക്യാമറ നോക്കിയിട്ട്. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് സോങ്ങിന് പറഞ്ഞിട്ടുണ്ടായി സാർ പറഞ്ഞേ എല്ലാവരും നല്ല ലൈവ്ലി ആയിട്ട് ഹാപ്പി ആയിട്ട് ചിരിച്ചിരിക്കണം. ഇവനെ അപ്പ ടെൻഷൻ തുടങ്ങി. ആളെ ഹാൻഡിൽ ചെയ്തിട്ടോ കറക്റ്റായിട്ട്. അപ്പൊ എന്നാ പാട്ട് പാടി 1 2 1 2 3 4 ബോലി 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 ഞാരേ ബോലി 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 നില്ലേ ബോലി 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 ഞാരേ ബോലി 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 നില്ലേ ബോലി ബോലി അത്തായം നിര 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 നെല്ലറകൾ നിറയോ, അത്തായം നിര 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 നെല്ലറകൾ നിറയോ. തത്തേ താവ് തത്തേ ദേ ദേ തത്തേ താവ് തത്തേ ദേ ദേ കണ്ണൂരങ്ങലവേ പിന്നോരം നീലവേ മരത്ത് മട വെച്ച് മന്നത്ത് കൂടി കുത്തി മഞ്ഞളയാൽ കൂറിയിട്ട് വെണ്ണേ ഒന്ന് പാട് പാട്ടാടി കന്നുകുട്ടി ചെമ്പാവിത്ത് മകനേ തന്തോയം ആടേണ്ടേനോ പെണ്ണാടി നാറ് കുത്തിച്ചേര മണ്ണ് ചൂടേണ്ടേ ആണാടി കൂടേണ്ടേനോ മൂന്നാടി പ്രാണമുണ്ടേ മൂവന്തി ചിരി കണ്ടേ ഇലപാടുക കതിരാടുക പുലികൂടുക തലകൈ ഇലപാടുക കതിരാടുക